2026 ഏപ്രിൽ മാസത്തിൽ കേരളത്തിൻ്റെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും മെയ് മാസത്തിൽ വോട്ടെണ്ണൽ നടക്കുമെന്നുമാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും സീറ്റ് വിഭജനത്തിലേക്കും ഔപചാരികമായും അനൗപചാരികമായും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളൊക്കെ കടന്നിട്ടുണ്ട്. പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന വിലയിരുത്തലുകളും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വൃത്തങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ഉറപ്പായും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത നിലനിൽക്കുന്ന ഒരു മണ്ഡലമെന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 2026 LDFും UDFും കൂടാതെ BJPയും വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. BJPയെ സംബന്ധിച്ച് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഇവിടെ നേടുവാൻ കഴിഞ്ഞ ഉജ്ജ്വല വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടികൾക്കിടയിലും അവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ മണ്ഡലം ലക്ഷ്യമിട്ട് BJPയുമായി ബന്ധപ്പെട്ട് കരുനീക്കങ്ങൾ നടത്തുന്നവരിൽ പ്രധാനി പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ സമീപകാല രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം പരിഗണന നൽകിയിട്ടുള്ള വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു പത്മജ വേണുഗോപാൽ. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തന പാരമ്പര്യമൊന്നുമില്ലാതെ കരുണാകരൻ്റെ മകൾ എന്ന പേരിൻ്റെ ഒറ്റ ആനുകൂല്യത്തിലാണ് പത്മജ ഈ ആനുകൂല്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേടിയെടുത്തത്. ഒരു വട്ടം ലോക്സഭയിലേക്കും 2 വട്ടം നിയമസഭയിലേക്കും കോൺഗ്രസ് ടിക്കറ്റിൽ UDFിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുവാനുള്ള അവസരം പത്മജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ AK ആൻ്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് KTDCയുടെ അധ്യക്ഷ പദവിയും പത്മജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ താൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ കാലുവാരി തോൽപ്പിക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് പത്മജ BJP പാളയത്തിലേക്ക് ചേക്കേറിയത്. BJPയിലേക്ക് എത്തുമ്പോൾ പത്മജയ്ക്കുണ്ടായിരുന്നത് ഒരുപാട് വലിയ സ്വപ്നങ്ങളായിരുന്നു. പത്മജയോട് അനുകൂലമായിരുന്ന കേന്ദ്രങ്ങൾ ആ ഘട്ടത്തിൽ BJP പ്രവേശവുമായി ബന്ധപ്പെടുത്തി പത്മജയ്ക്ക് ഉടൻ തന്നെ ഗവർണർ പദവി ലഭിക്കും, ലഫ്റ്റനൻറ്റ് ഗവർണർ പദവി ലഭിക്കും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു പഞ്ചായത്ത് സീറ്റ് പോലും ഇപ്പോഴത്തെ നിലയിൽ BJPയിൽ നിന്ന് പത്മജ വേണുഗോപാലിന് ലഭിക്കുവാൻ ഇടയില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ BJPയുടെ A കാറ്റഗറി മണ്ഡലങ്ങളായി വിലയിരുത്തുന്ന തൃശ്ശൂരിലോ വട്ടിയൂർക്കാവിലോ സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടി പത്മജയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കടുത്ത നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ BJP ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് BJPയുടെ 35 A കാറ്റഗറി മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും പത്മജയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. BJPയെ സംബന്ധിച്ച് പത്മജയുടെ രാഷ്ട്രീയ സാധ്യതകൾ ഇല്ലാതാക്കിയത് പത്മജയുടെ തന്നെ ചില നിർദ്ദേശങ്ങളാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളായി പത്മജ വേണുഗോപാൽ നിർദ്ദേശിച്ച ചില സ്ഥാനാർത്ഥികൾ അവരെ BJP മത്സരിപ്പിച്ചില്ല. പക്ഷേ അവർ മത്സരിച്ചിരുന്നുവെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും BJPക്ക് കിട്ടില്ലായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പത്മജയുടെ BJPയിലെ സാന്നിധ്യം തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും BJPക്ക് ഗുണകരമാവില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രചരണ രംഗത്ത് പോലും അവരെ ഒഴിവാക്കിക്കൊണ്ട് BJP മുന്നോട്ട് പോയത്. എന്നിരുന്നാലും തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDAയെയും LDFിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഉജ്ജ്വല വിജയമാണ് UDF കൈവരിച്ചത്. ഈ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിനെ ഒരു കാരണവശാലും പരിഗണിക്കേണ്ട എന്ന നിലയിലേക്ക് BJP നേതൃത്വം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ BJPക്ക് മറുപടി കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ പത്മജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പത്മജയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് BJP അവർക്ക് നൽകിയില്ലെങ്കിൽ ഒരു ഘർ വാപ്പസിയെക്കുറിച്ച് പോലും കാര്യമായി ആലോചിക്കുവാനും കോൺഗ്രസിലേക്ക് നിരുപാധികമായി മടങ്ങുവാനുമുള്ള ആലോചനകൾ പത്മജയുടെ ക്യാമ്പിൽ സജീവമാണ്. ഈ പശ്ചാത്തലത്തിൽ മറുപുറത്ത് ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പ്രമുഖ നേതാവ് സന്ദീപ് വാര്യരാണ്. പത്മജ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയതുപോലെ തന്നെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. നിർണായകമായ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPയുടെ അതുവരെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് BJP നേതൃത്വത്തിലെ സ്വജനപക്ഷപാതിത്വത്തെ പൊളിച്ചു കാട്ടിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിയത്. എന്നാൽ BJPയിൽ നിന്ന് പത്മജയ്ക്ക് ലഭിച്ചതുപോലുള്ള ഒരു തിരസ്കാരമല്ല സന്ദീപിന് കോൺഗ്രസിൽ ലഭിച്ചത് എന്നും നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാർട്ടിയിലേക്ക് എത്തിയ ഉടൻ തന്നെ സന്ദീപ് വാര്യരെ KPCCയുടെ വക്താവായി അന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരൻ നിയമിക്കുകയുണ്ടായി. പിന്നീട് പാർട്ടിയുടെ പുനഃസംഘടന നടന്നപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് KPCCയുടെ ജനറൽ സെക്രട്ടറി പദവിയും നൽകി.
ശബരിമല വിഷയത്തിലുൾപ്പെടെ ആവേശകരമായ സമരം നയിച്ച് ജയിൽവാസം അനുഷ്ഠിക്കുവാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെമ്പാടും മതേതര വോട്ടുകളെയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ടുകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളെയും സമാഹരിക്കുവാൻ കെൽപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവായി സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരിയായി കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് അണികൾക്കിടയിലും സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ തൃശ്ശൂരിൽ മാത്രമല്ല സന്ദീപ് വാര്യരുടെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. 3 ജില്ലകളിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ച തീരുമാനമെടുക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിക്കുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ആദ്യ മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയോജക മണ്ഡലമോ ഗുരുവായൂർ നിയോജക മണ്ഡലമോ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗുരുവായൂർ നിലവിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണെങ്കിൽ കൂടിയും സന്ദീപ് വാര്യരെ പോലൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കുവാൻ ലീഗ് നേതൃത്വവും തയ്യാറായിട്ടുണ്ട്. ഇതിനു പുറമെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് സീറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭാവത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരായിരിക്കുമെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും UDF നേതൃത്വത്തിനുള്ളിലും ഉടലെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് മലപ്പുറം ജില്ലയിൽ തവനൂർ സീറ്റിൽ നിന്ന് KT ജലീലിനെതിരെ സന്ദീപ് വാര്യരെ കളത്തിലിറക്കണമെന്ന നിർദ്ദേശം ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് യുവനിരയിൽ നിന്ന് ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ സന്ദീപ് വാര്യരാണെന്ന് നമുക്ക് തീർത്തു പറയുവാൻ സാധിക്കും. ഇനി LDFിൻ്റെ കാര്യത്തിലേക്ക് എത്തിയാൽ LDFിന് ഏറെ പ്രതീക്ഷകളൊന്നും 2026 തൃശ്ശൂരിനെ സംബന്ധിച്ച് വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ LDFിന് UDFിനേക്കാൾ ആധിപത്യം നൽകുന്നുണ്ട് എങ്കിൽ കൂടിയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വിലയിരുത്തുമ്പോൾ കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കുകയും മതേതര ഭൂരിപക്ഷ വോട്ടുകൾ UDFിന് അനുകൂലമായി തീരുകയും ചെയ്തതോടുകൂടി തൃശ്ശൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്നും തൃശ്ശൂർ മണ്ഡലം ഉറപ്പായും പിടിക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. എന്നിരുന്നാൽ പോലും കടുത്ത പോരാട്ടം കാഴ്ചവെക്കുവാൻ തന്നെയാണ് LDFിൻ്റെയും തീരുമാനം. LDFിൽ നിന്ന് CPI പ്രതിനിധികൾ മത്സരിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ. 2016-21 കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്ന CPI നേതാവും 1ാം പിണറായി സർക്കാരിലെ മന്ത്രിയുമായ VS സുനിൽകുമാറിനെ തന്നെ വീണ്ടും കളത്തിലിറക്കി തൃശ്ശൂരിൽ പോരാട്ടം കടുപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് LDF എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനാൽ സന്ദീപ് വാര്യരും പത്മജ വേണുഗോപാലും VS സുനിൽകുമാറും തമ്മിൽ തീപാറുന്നൊരു ത്രികോണ പോരാട്ടത്തെക്കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യുന്നൊരു കാഴ്ചയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ടിക്കറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് ചില നാടകീയ നീക്കങ്ങൾ ഉണ്ടാകുകയും അവർ കോൺഗ്രസിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്താൽ BJPയുടെ സാധ്യതകൾക്ക് അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പത്മജ വേണുഗോപാൽ മികച്ചൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ടല്ല ഇത്, നേരെ മറിച്ച് പ്രചരണപരമായി BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാർ പോലും സ്വന്തം പാളയത്തിലേക്ക് നിരുപാധികമായി മടങ്ങുന്നു എന്നൊരു പ്രതീതി UDFിന് ഈ മണ്ഡലത്തിലുള്ള മേൽക്കൈ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ തീപാറുന്ന ത്രികോണ പോരാട്ടം രാഷ്ട്രീയ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് സന്ദീപ് വാര്യരും BJPയിൽ നിന്ന് പത്മജ വേണുഗോപാലും CPIയിൽ നിന്ന് VS സുനിൽകുമാറും മത്സരരംഗത്തെത്തിയാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അനുദിനം നടക്കുന്ന നാടകീയ സംഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ VS സുനിൽകുമാറിന് CPI ടിക്കറ്റ് നിഷേധിക്കുവാനുള്ള സാഹചര്യവും പത്മജ വേണുഗോപാലിന് ഘർ വാപസിക്കുള്ള സാഹചര്യവും സന്ദീപ് വാര്യർ പാലക്കാട് നിന്നോ മലപ്പുറത്തു നിന്നോ ജനവിധി തേടുവാനുള്ള സാഹചര്യങ്ങളുമെല്ലാം സജീവമാകുകയാണ്. എന്താണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.